ഹലോ. ആ എവിടെയുള്ളേ? ഞാനിതാ വീട്ടിലുണ്ട്. ഇങ്ങോട്ട് വരുവാ, ഞാനിവിടെ ഈ പുഴേന്റെ അടുത്തുണ്ട്. ഇപ്പാ ആ എന്നാ ശരി ശരി. വേഗം വരണേ. ആ ഹലോ. എടത്തി ഇതേത് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇത്രയും സമയത്ത് ഇറങ്ങിയിട്ടില്ല? ഇത് ഇറങ്ങി 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 ഇപ്പൊ എത്തും. ഞാൻ എത്ര നേരായി ഇവിടെ നിൽക്കുന്നേ? 5 മിനിറ്റ് ഇപ്പൊ എത്തും. ഓക്കെ. ഇതെന്താ വരാത്ത? എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ തന്നെ സമയത്തിനെത്തൂല. എത്തില്ലേ? ഇപ്പൊ ഫോണ് വിളിച്ചിട്ട് തന്നെ 1 മണിക്കൂറായല്ലേ. ഇതാ എത്തി എത്തി ഇറങ്ങിന്ന് പറഞ്ഞിട്ട് വെയില് കൊണ്ടിട്ട് എനിക്ക് തലവേദന വരെ വന്ന്. അത്ര കഷ്ടപ്പെട്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്രയും സമയം വെയില് കൊണ്ട് കാത്തു നിന്നിട്ട് എനിക്ക് തന്നെ കിട്ടണം. അത്ര ബുദ്ധിമുട്ടായിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വീട്ടിൽ പോയി പറഞ്ഞ ഞാനും കുറേ പേരിക്കും എല്ലാം ഇവിടെ വെച്ച് നിർത്തി പോവാന്ന്. അങ്ങനെ പോകണമെങ്കിൽ എന്താ പോന്നില്ലേ? പോന്നില്ല. അങ്ങനെ പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പോകുന്നുണ്ട് രണ്ടാൾക്കും ഒരുമിച്ച് പോവാം. വെറുതെ എന്തിനിങ്ങനെ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന? എങ്ങൾക്ക് അറിഞ്ഞൂടെ എനക്കാകെ അത്ര സമയം കിട്ടുള്ളൂ വന്നിരിക്കാന്ന്. ഇപ്പൊ ലേറ്റ് ആയതുകൊണ്ടല്ലേ. ഇനിയിപ്പൊ എനിക്ക് പോകേണ്ട സമയമായില്ലേ. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെ കുറച്ചധികം സംസാരിച്ചൂടേനാ. ഇന്നല്ലാണ്ട് ഞാൻ വേറെ ആരും ആദ്യം ദേഷ്യം പിടിപ്പിക്കുക. പിന്നെ ദേഷ്യം പിടിച്ച മുഖം കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയല്ലേ. അല്ല, എന്താ മോന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഇതാ പഴത്തമത്ത് വന്നിരിക്കുന്നു, സൂര്യനാസ്തമയം, തോണി പോകുന്നു, മീനിക്കുന്നു, അതൊക്കെ നോക്കിയിരിക്കാം. ഇതെല്ലാം നോക്കിയാടെ ഇരുന്നോ. എന്താ വീട്ടിൽ കല്യാണ ആലോചന വരുന്നുണ്ട്. കല്യാണം കഴിക്കുമ്പോ എന്തായാലും മുൻപന്ത് ഞാനും ഉണ്ടാവും. എല്ലാം പറയുമ്പോ തമാശ ഒന്നല്ല ആദ്യം. അങ്ങനെ നിന്റെ താലി വീകുന്നുണ്ടെങ്കിൽ അതെന്റെ കൈ കൊണ്ടല്ലായിരിക്കും. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജോലിക്ക് വേണ്ടി ശ്രമിക്കില്ലേ. ജോലി കിട്ടുമ്പോഴത്തേക്ക് എന്നെയും കെട്ടി വേറെ ആരെയും അങ്ങ് പോകും. നോക്കാം, നമുക്ക് എന്തായാലും നീ ആ വീട് ഇപ്പൊ ഇവിടെ വന്നിട്ട് വെറുതെ അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് വെറുതെ പോകാൻ നിൽക്കണ്ട. എന്നാ ഇങ്ങക്കൊന്ന് വീട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും സംസാരിച്ചൂടേനുവാ. അതിനാദ്യം ഞാൻ എന്തായാലും ജോലി റെഡി ആവട്ടെ, അതിന് ശേഷം അങ്ങോട്ട് വരാം. അല്ലാണ്ട് അതിന് മുന്നേ ഇപ്പൊ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ എന്തായാലും നോയെ പറയുള്ളൂ. അല്ല, നീയല്ലേ പ്രേമിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞേ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ സാരമില്ല, എനിക്ക് ജോലി ഉണ്ട്, നമുക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് ജീവിക്കാം, ആ ശമ്പളം മതിയെന്ന്. എന്നിട്ട് ഇപ്പം പിന്നെ ജോലിന്റെ കാര്യം പറഞ്ഞു. അതെല്ലാം ശരി തന്നെയാ, അതൊന്നും എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരാലോ, വീട്ടുകാരെ കാര്യം കൂടി നോക്കണ്ടേ. ഓലിപ്പം ജോലി ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിപ്പിച്ച് തരുവാ? സംഭവം ശരിയാണ്, പക്ഷേ ശ്രദ്ധിച്ചു നടന്ന് അങ്ങ് വീവും. നിക്കല്ലേ, വാ നടന്ന് സംസാരിക്കാം. ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. വീട്ടുകാരിപ്പം ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എനിക്കൊന്നും പറയാനും പറ്റൂല. ഞാനെന്തായാലും ഒന്നുകൂടി ബാക്കിയുള്ള എല്ലാ എക്സാമും കൂടി ഒന്ന് എഴുതി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്തായാലും ഒരു ജോലി സംഘടിപ്പിക്കാം. എന്തായാലും സമയം പോയി പോവല്ലേ. ഇതാ ഞാൻ പറഞ്ഞേ.
ഇങ്ങനെ ലേറ്റായി വരുന്നുണ്ടല്ലേ, രണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് സമയം ലേറ്റ് ആവും, പോകണം. എന്നാ വാ.